സ്നേഹമുള്ള അൻപുകരം ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിനും ഷാലോ ഹോമിലെ അന്തേവാസികളുടെ വിനീതമായ വണക്കം. നമ്മുടെ ഈ ഷാലോ ഹോം ടെർമിനലി പേഷ്യൻസ് വസിക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾ കണ്ടാൽ അറിയാം, എല്ലാം കിടക്കയിലുള്ള പേഷ്യൻസ് ആകുകയല്ല. ഇവങ്ങളെ யாருமே பார்க்கறதுக்கு இல்லாம பிள்ளைங்களை இருந்துட்டும் பார்க்காமல சிறப்பாக பிள்ளைகள் இல்லாதவங்களை, கல்யாணம் பண்ணாதவரை கல்யாணம் பண்ணிட்டு பிள்ளைகள் இல்லாதவங்களை யாராலும் வெறுக்கப்பட்ட ஒதுக்கப்பட்ட ഒരു ഗ്രൂപ്പാണ് ഇവര്. ഈ പേഷ്യൻ്റൊക്കെ ആണെങ്കിലും സ്ട്രോക്ക് വന്ന ഒരു സൈഡ് തളർന്നു കിടക്കുന്നതാണ്. ഇതെല്ലാം കണ്ട വരുമ്പോൾ എല്ലാവരും ഇവങ്ങളെ എതുമേ പണ മുടിയാത്തൊരു സൂചനയിലുള്ള പേഷ്യൻസാണ് ഇവങ്ങളെല്ലാം. ഇവങ്ങളെല്ലാം பார்ക്കുന്നത് നമ്മൾ സിറോ മലങ്കര ഡയോസിസിൽ നിന്നാണ് കൂടുതലായിട്ടും നോക്കുന്നത്. ഇവർ വരുന്ന സിറ്റുവേഷൻസ് കൊഞ്ചം പോലും മുടിയാമല് ഒരു ഗ്ലാസ് ടംബ്ലർ തണ്ണി പോലെ എടുത്ത് കുടിക്കാൻ മുടിയാത്ത സൂழ்நிலைയിൽ വരുന്ന പേഷ്യൻസാണ് ഇവങ്ങളെല്ലാം. ഇവങ്ങളെ നമ്മൾ ഇത് ഹോമിലേക്ക് കൊണ്ടുവന്ന് നല്ല പരാമരിച്ച് ഇവങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഫിസിക്കലി മെൻ്റലി എല്ലാ എക്സ്പെൻസും നമ്മ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. ആഫ്റ്റർ ഡെത്ത് കെയർ പോലും ഫ്യൂണറൽ പോലും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. ഒത്തിരി സന്തോഷമുണ്ട്. അയർലൻഡിലെ അൻപുകരം എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന നല്ലൊരു ഗ്രൂപ്പിന് വൃത്തരമയിൽ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരെയും കണ്ട് ജോഷുണ്ട്. ഞങ്ങളിത് നന്ദിയോടെ ഓർക്കുന്നു, ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഇവരെല്ലാവരെയും കണ്ട് ഞങ്ങളെ സഹായിച്ച് ഇന്നും സഹായം തന്നു. 20,000 ഞങ്ങൾ 20,000 rupees ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ സഹായിച്ചു. സന്തോഷത്തോടെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇത് മാത്രമല്ല, പേഷ്യൻസ് ഇവിടെ കുറച്ച് പേരുണ്ട്. ഇപ്പം നിലവിൽ ഇൻമേറ്റ്സ് ഇവിടെ 41 പേഷ്യൻസ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെയുണ്ട്, 4 ഹോളിലായിട്ട്. ഇനി അപ്പുറത്തെ ഹോളിലും മെയിൻ പേഷ്യൻ്റാണ്, അപ്പുറത്ത് ലേഡീസ് ഉണ്ട്. ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി ഫെയിലർ, അതുപോലെ ഹാർട്ട് പേഷ്യൻ്റ്. കണ്ടറിയാം, തനിമയായിട്ട് ഇവங்களுக்கு എതുമേ பண்ண முடியாத സൂழ்நிலைയാണ്. எல்லாமே சின்ன குழந்தைகளை போல நம்ம தான் இவங்களுக்கு எல்லாமே பண்ணி கொடுக்கணும். நைட்டும் டே இல்லாமல் நாங்கள் இப்படி உங்களுக்கு சர்வீஸ் பண்ணிட்டு இருக்கிறோம். நாங்கள் சிஸ்டர்ஸ் மட்டும் தான் சர்வீஸ் பண்ணுறோம். ஆனால் ഞങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട്, 4 പേര് தான் സ്റ്റാഫ്. ബാക്കി ഞാനോട് ചേർന്നൊക്കെ ചെയ്യുന്നതല്ല. இந்த மாதிரி നിങ്ങൾ കേട്ടാൽ തിരിയും. എന്താ താത്തയുടെ കാല് വന്നിട്ട് 4 വർഷം കൊണ്ട് ആറാത്ത കാലാണ് ഇവിടെ വന്ന് ഈ ഒരു 3-4 മാസം കൊണ്ട് അറിയിരിക്കുന്നത്. ഇത് இந்த பையனாണെങ്കിൽ 8 വർഷം കൊണ്ട് നമുക്ക് ഇന്ത്യയിലുണ്ട്. ഞാനുമേ പാത്രത്തൊക്കെ ഇല്ലാമേ എല്ലാമേ നമ്മൾ ചെയ്ത് കൊടുക്കണം. മുടിയാത്ത നിരയിലെ കിടക്കുന്നത്. இந்த தாத்தா அப்படி, இந்த தாத்தா ஸ்ட்ரோக்கு வந்த தாத்தாയാണ്. அவங்களுக்கு யாருமே இல்லை, அവർക്കൊന്നും. இந்த மாதிரி സൂழ்நிலைയിൽ ഇരിക്കുന്നു. இந்த താത്തായിട്ട് വന്നിട്ട് 1.5 വർഷം കൊണ്ട് നമ്മളിപ്പോൾ ഡ്രസ്സും பண்ணிട്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് താത്തായിട്ട് വെരിക്കോസ് വെയിൻ വന്നിട്ട് റപ്ചറായി മുഴുവനും കൊണ്ടാണ് ഈ താത്തായിട്ട് ഇവിടെ ക്യൂറായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ താത്തായിട്ടും പിന്നാടിയെല്ലാം നല്ല കൂടാണ് താത്തായിട്ട്. താത്തായിട്ട് ഒരു മകളുണ്ട്, ചെറുപ്പത്തിക്കട എല്ലാം ഇങ്ങനെ വന്ന് ക്യൂറായതാണ്. മെഡിസിനായത് പിന്നെ പിന്നാടിയൊക്കെ കൂടുന്നുണ്ട്. അത് വരുന്നുണ്ട് കഴിക്കാറ്. ഈ താത്താക്കൊന്നും ആരുമേ ഇല്ലാതെ ഉള്ളത്. സുബ്ബു താത്ത വണക്കം. നാട് தெரியாது, ஊர் தெரியாது, இவரோட பேர் നമുക്ക് தெரியாது. எங்கிருந்து எங்கேயோ பிறந்து எங்கேயோ வளர்ந்து கடைசியில் கிடக்கு தாத்தா. உங்களுக்கு വന്നിട്ട് അരയ്ക്ക് താഴെ പാരലൈസ്ഡാണ്. ശരിയായി പാലിട്ടാണ്. സന്തോഷം സന്തോഷം താത്ത, വളരെ സന്തോഷം തന്നെ. സന്തോഷം എടുക്കാതെ முடியாது. யாருமே பார்க்கறதுக்கிല്ല, கல்யாணமும் பண்ணல. ரெகுலர் கழிச்சு இங்கே சந்தோஷமாக இருக்கிறது. கண்ணு காணல. இவங்களே நமக்கு தெரியாது, நம்மளோட ஊடகம் தெரியாது, பேச தெரியாது, கேள்வி இல்லை, കണ്ണും കാണല്ല താത്തായ്ക്ക്. നമ്മുടെ സൂழ்நிலைയിൽ 2 വർഷം താത്തായ്ക്ക് വന്നിട്ട് யாருமே பார்க்கறதுக்கு இல்லாமல் ஒரு ரோഡ് സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന പേഷ്യൻ്റ് ആകുന്നില്ല. ഇപ്പോൾ വന്നിട്ട് സന്തോഷം മേടിക്കാറ്. ഇത് താത്തായ്ക്ക് ഫൈലേറിയാണ്. ഇതല്ല ഫൈലേറിയാണ്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പണുന്നില്ല. താത്തായ്ക്ക് കൊഞ്ചം മുടിയാവുന്ന കാലെല്ലാം നല്ല സ്വെല്ലിങ്ങായിട്ട് വന്നതാണ്. ഇച്ചിരി ഇടുമ്പോൾ മുടിയെല്ലാം നടക്ക മുടിയിലാണ്. ഇപ്പം കൊച്ചാൽ ഇടുമ്പോൾ ഇവിടെ നടക്ക മുടിയും. ഈ താത്ത വന്നിട്ട് നമുക്കിപ്പോൾ ഒരു 8 വർഷത്തോളമായി താത്ത സ്ട്രീറ്റിൻ്റെ കിടന്ന പേഷ്യൻ്റാണ്.
ഒരു കോയിലിൽ ഒരു സൈഡ് ഒതുങ്ങി അപ്പടിയേ കിടന്ന് ഇറങ്ങുക ചാപ്പിൻ്റെ കിടന്ന പേഷ്യൻ്റാണ്. ഇന്ന് വന്നിട്ട് ഇപ്പം എത്ര വർഷം ഇതൊക്കെ 8 വർഷമായി ചെയ്ത് സന്തോഷമായിരിക്കുங்களா? ഒരു സൈഡ് സ്ട്രോക്ക് വന്ന 1 സൈഡ് പാരലൈസ്ഡ് ആയതാണ്. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇവരും അപ്പോഴല്ല നമുക്ക് ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല. അൽഷിമേഴ്സാണ്, ഒരു ജ്ഞാപകശക്തി എത്തി എന്നേയില്ല. പിന്നെ ആൾക്ക് വന്നത് ബോൺ ടി വിയാണ്. ബോൺ ടി വി ബോണൊക്കെ എല്ലാം ഭയങ്കരമായ പെയിനാണ് ഇവർക്ക്. എപ്പോഴേ ഭയങ്കര സങ്കടപ്പെടും. പിന്നെ നമ്മൾ മാത്രമേ മരുന്നെടുക്കാൻ കൊടുത്തിട്ട് നല്ല സാപ്പാടൊക്കെ കൊടുക്കാൻ ചെയ്യപ്പെട്ട പേര്. ഇത് ബ്രസ്റ്റ് ക്യാൻസറാണ് ഈ പേഷ്യൻറ്റിന്. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് റപ്ചറായി വേംസാണ് കംപ്ലീറ്റ് ബ്രസ്റ്റിൽ ആരുമില്ല പാകുന്നത്. ഇങ്ങ വന്ന വളരെ നല്ല ചാപ്പിട്ട് വളരെ സന്തോഷമായിരിക്കുന്നു. പട്ടി നല്ലായിരിക്കீங்களா? சந்தோஷமா சாப்பிட்டீங்களா மத்தியானம்? ക്യാൻസർ കൊണ്ടവங்க നല്ല സുഖപ്പെട്ടിരിക്കുന്നു. இந்த பேஷண்ட் വന്നിട്ട് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസർ. പാട്ടിക്ക് പോകുന്ന സന്തോഷം. പാട്ടി ഇവിടെ വന്നതിൽ സന്തോഷം. ശരി പാട്ടി. ഈ പാട്ടിയാണെങ്കിൽ 4 മാസം കൊണ്ടായി കുളിക്കാതെ മണ്ണ് കുഴച്ച് കിടന്നൊരു പാട്ടിയാണിത്. ഒരു മക്കളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ ചന്ദ്രി അല്ലേ? ചന്ദ്രി കണ്ണ് കാണത്തില്ല. ഇത് അമ്മാവർക്ക് ഒരു മോനുണ്ട്, പാക്കമുണ്ടാകെ അവന്റെ വെളിയിലെ തള്ളി വിടാറുണ്ട് അമ്മാവൻ ശൈലജ പാട്ടി. ഇന്ത പാട്ടിക്ക് വന്നിട്ട് താത്തായി ഇങ്ങയുണ്ട്. താത്ത ഇങ്ങനെ ഇറങ്ങിട്ടാകെ. പാട്ടി എത്ര വയസ്സ്? 94 years இந்த பாட்டிக்கு பார்த்தீங்களா? ஒரு 4 வயசு இருந்தா இந்த பாட்டியோட தாத்தா இங்கிட்டு தான் இறந்துட்டாங்க. இங்கதான் வந்தாங்க கடைசியில. அவங்களுக்கு கொஞ்சம் மென்டலி பேஷன்ஸ் ஆனாங்க. இந்த அம்மா டெய்ஸி பாட்டி இல்ல பாட்டி? ഡെയ്സി தானா? ഡെയ്സി പാട്ടിയുടെ കാലേ പാരുക. അപ്പോൾ കാലെല്ലാം ഒന്ന് ഭയങ്കരമായിട്ട് വന്നതാണ്. ഇതെല്ലാം റെഡിനെസ് ആണ് ഈ പാട്ടിയൊക്കെ വരുമ്പോൾ. കാര്യമേ ഇല്ല പാട്ടിക്ക്. കല്യാണം പാടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് പാട്ടിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്ത് നല്ല ചാപ്പാടെല്ലാം കൊടുത്ത് நல்லா இருக்கிறீங்களா? யாருமே இல்லை. எல்லாமே சாப்பாடெல்லாம் கிடக்குதா? சாப்பாடு மருந்து எல்லாமே நம்ம தான் செய்யணும். முழுவதும் ரெடினஸ் இந்த அம்மாய்க்கு வழியில் பிள்ளைங்களோட வெளியில இறக்கி விட்டாங்க. யாருமே பார்க்கறதும் இல்லை, கண்ணൊന്നും കാണില്ല. அப்படி இருக்கிறது പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ കൂട്ടിട്ട് വന്നതൊക്കെ. யாருமே இல்லாத 3 மக்களுണ്ട്. யாருமே பார்க்கறதுக்கில்லாத வெளியில വഴിയോരമാ കിടന്ന് സ്ട്രീറ്റിന്റെ കിടന്ന് ഇതിലെ കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പാട്ടി വിളിച്ച മെന്റൽ പേഷ്യൻ്റാണ്. പിള്ളേരില്ല, കല്യാണം പണി. அவங்க വന്നിട്ട് ഭയങ്കര ഡ്രിങ്കാണ്, ആൽക്കഹോളിക് പേഷ്യൻ്റാണ്. ഹസ്ബൻഡ് കൂട്ടിട്ട് വേറെ പോകാനാകെ. അപ്പം വിழுந்து കാലെല്ലാം ഒടിഞ്ഞ് ഒരു മുടിയാതെ സൂര്യയിലാണ്. പിന്നെ ഭയങ്കര മെന്റലാണ്. നേഴ്സാണ് ഗായത്രി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് അമ്മ വന്നിട്ട് പാർലൈസിലൂടെ കിടക്കുക. വയസ്സ് 96 96 years ഉണ്ട്. ഷീ ഈസ് നൗ സഫറിങ് ഹൈ BP. പേശ മുടിയില്ല, ജ്ഞാപകശക്തി ഒന്നുമില്ല പാട്ടിക്ക്. ഇത് വന്നിട്ട് അവൻ്റെ സിസ്റ്റേഴ്സാണ്. ഒരു വീട്ടിലെ അക്ക തങ്കച്ചി ഇവർ 2 പേരും. ഇവங்க ഇങ്ങ വരുമ്പോൾ 2 വർഷத்துக்கு മുന്നാടി ഇങ്ങ വരുമ്പോൾ നമുക്ക് 2 പേരും ഒന്ന് കൂടി പിടിച്ചവർക്ക് വരുന്നത്. ഞാനിവിടെ പാത്രത്തില്ലാതെ ഒതുക്കി ഒരു വീട്ടിലെ കൊല്ലാനിട്ടുണ്ടാണ്. ചൊല്ലാൻ എനിക്ക് മനസ്സിന് ഭയങ്കര കഷ്ടമുണ്ട്. ഇങ്ങ വരുമ്പോൾ ഇന്ന് 2 പിള്ളേർക്കും നടക്കവോ ഇളമ്പവോ കണ്ണു പിടിച്ച് ഒന്നും മുടിയില്ല. ഇപ്പോൾ 2 വർഷം വന്നിരുന്ന അന്ന കുളത്തെ ഇപ്പം അവിടെ വന്നിട്ട് ഇപ്പോൾ കൊഞ്ചം നടക്കാം, ഒന്നുമേ தெரியாது. കംപ്ലീറ്റ് പാർലൈസ്ഡാണ് കേട്ടോ. അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ഇടയെല്ലാം തെരിയുള്ള പ്രിയപ്പെട്ട
സഹോദരങ്ങൾക്ക് കംപ്ലീറ്റ് പാർട്ട്ലൈസ്ഡായി എല്ലാமே നമ്മൾ தான் ചെയ്ത് കൊടുക്കണം. ഒന്നുമേ பண்ண முடியாது. உங்களுக்கு தனிமையில் ஒன்றும் பண்ண முடியாது. സുഗന്ധി എന്നാണ് പേര്. എൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് പേഷ്യൻ്റാണ്. പാർക്കിൻസൺസ് பண்ண முடியாது. ഇടയിലെ കീഴെ കൊടുത്തിടുക. അന്ന് അമ്മയുടെ കാര്യം ചെല്ലിയ ഭയങ്കര ദയനീയം. കാരണം 4 മാസം யாருமே ഒരു റൂമിൽ നമ്മൾ അടച്ച് ഇതിൻ്റെ പിന്നാടി ഫുള്ള് വന്നിട്ട് പൂണ്ടായിരുന്നു. വെറും ചേർ പൂണ്ടായിരുന്നു. இங்கே வரும்போது 4 மாதம் நாங்கள் ரூமிலே அடைச்சு தனிமையாக எங்களை பார்த்தோம். அதுக்கப்புறம் வந்து இவங்களை வந்து இப்போ எழுப்பி நிற்பாங்க. പിന്നെ இந்த കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളതിനാൽ അടിക്കടി കീഴെ വിழுந்து വരും. அப்படி സുജാത നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് വേണം. ഇവിടെ എല്ലാ പേഷ്യൻസിന് എല്ലാവരും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അന്തമാരുടെ പേഷ്യൻസാണെല്ലാം അന്തമാരുടെ വീട് തിരിച്ചാണ്. അന്തമാരുടെ വീട് അമ്മാവയ്ക്ക് ഒരു മകനുണ്ട്. பார்க்குறதுக்கு எல்லாமே அவங்கள ரோഡിலே எடுத்து போட்டாங்க ஸ்ட்ரீட்டில். അപ്പോൾ അതിലേക്ക് അടുത്ത് நம்ம സിസ്റ്റേഴ്സൊക്കെ എടുത്ത് തിരിച്ച് நம்ம വണ്ടിക്ക് തന്നെ തൂക്കിയിട്ട് ഓട്ടുന്നാங்க. ഇപ്പോൾ വന്നിട്ട് 2.5 വർഷത്തോളമായി இந்த പാട്ടി. ഇത് நல்லா இருக்கிறீங்களா? ഇവരുടെ 4 പേര്, 4 പേഷ്യൻസിനെയാണ്. ഇവർക്കൊന്നും ആരുമേ ഇല്ല. ഇവർക്കൊന്നും നമുക്ക് ഇടം കൊടുത്ത് தெரியாது. നമ്മുടെ പടുക്ക പത്തികളാ யாருமே இல்லை. கொடுக்கணும் யாருமே கிடையாது. எல்லாம் பெட்டட் பேஷண்ட்ஸாണ്. எல்லாமே கம்ப்ளீட்லி டெர்மினல் பேஷண்ட்ஸாണ്. எல்லாம் ஆனால் ഇവിടെ எல்லாம் சந்தோஷமாக இருக்கிறோம். நிறைய பேரில் இங்கே வருவாங்க. ரொம்ப சந்தோஷம். சிறப்பாக இந்த குரூப்புக்கு இந்த ஹோமிനെ കുറിച്ച് ഒരു തെളിവോടെ சொல்கிறதுக்கும் ஒரு தெளிவு கொடுக்கறதுக்கும் ஒரு வாய்ப்பு கிடைச்சதுக்கு ரொம்ப நன்றி. ഇതിലുള്ള ஒவ்வொரு മെമ്പേഴ്സിനെയും നമ്മൾ പ്രയറിൽ ഇതിനിപ്പോൾ എല്ലാം കടവുൾ ആശീർവദിക്കട്ടും. നിങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ കടവുൾ நிறைவாக ஆசீர்வதிக்கட்டும். அது கூறி இந்த மக்களுடைய சிறையை நான் முடிக்கிறோம். நன்றி.